സ്വാഗതം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ പ്രതികളെ വെറുതെ വിട്ട ലക്നൌ CBI കോടതി വിധിക്കെതിരെ പ്രതിഷേധം ശക്തം. ബാബരി മസ്ജിദ് തകർത്തതിനെ ദേശീയ നാണക്കേട് എന്നാണ് സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് 1994 വിശേഷിപ്പിച്ചതെന്ന് പ്രതിഷേധക്കാർ ഓർമ്മിപ്പിച്ചു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമസ്ത EK വിഭാഗം, സമസ്ത AP വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഹിന്ദ്, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, മുസ്ലിം ലീഗ്, SDPI, DYFI, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, വെൽഫെയർ പാർട്ടി, PDP, ഇന്ത്യൻ സോഷ്യൽ ഫോറം, അൽ കൗസർ ഉലമ കൗൺസിൽ, അബ്രാർ ഉലമ കൗൺസിൽ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ആനന്ദ് പട്വർദ്ധൻ, NK പ്രേമചന്ദ്രൻ MP തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും ബോളിവുഡ് താരങ്ങളും ആക്ടിവിസ്റ്റുകളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിധിയെ ദേശീയ മാധ്യമമായ ടെലഗ്രാഫ് വ്യത്യസ്ത രീതിയിലാണ് പരിഹസിച്ചത്. മറ്റെല്ലാ പത്രങ്ങളും ബാബറി മസ്ജിദിൻ്റെയും കോടതി വെറുതെ വിട്ട പ്രതികളുടെയും ചിത്രങ്ങൾ ആദ്യ പേജിൽ നൽകിയപ്പോൾ ടെലഗ്രാഫ് നൽകിയത് ഒരു കഴുതയുടെ ഫോട്ടോയാണ്. കൂടെ നമ്മൾ ആരാണ് എന്ന ചോദ്യവും പത്രം ഉയർത്തുന്നു. സുപ്രഭാതം ദിനപത്രം എഡിറ്റോറിയൽ കോളം ഒഴിച്ചിട്ട് കറുത്ത നിറം നൽകിയാണ് വിധിക്കെതിരെ പ്രതിഷേധിച്ചത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കേസിൽ പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ട CBI കോടതിയുടെ വിധി നിയമവും തെളിവുകളും അടിസ്ഥാനമാക്കാത്തതും നീതിയിൽ നിന്ന് ഏറെ അകന്നതുമാണെന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി മൗലാന മുഹമ്മദ് വലി റഹ്മാനി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പ്രതികളെ വെറുതെ വിട്ടതിന്റെ കാരണം എന്തായാലും മസ്ജിദ് തകർക്കുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളും എല്ലാവരും കണ്ടതാണ്. ഗൂഢാലോചനയുടെ പിറകിൽ ആരൊക്കെയാണ് എന്നതും പരസ്യമായ കാര്യമാണ്. ബാബരി മസ്ജിദ് തകർക്കലിന് ശേഷം രാജ്യത്ത് വർഗീയ അക്രമത്തിന്റെ പുതിയ തരംഗം ഉയർന്നു വന്നു. അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് കാണാനാകുമെന്നും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്ത കേസിലെ CBI പ്രത്യേക കോടതി വിധി രാജ്യത്തെ ജനങ്ങൾക്ക് മാനക്കേടാണെന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയർമാൻ OMA സലാം പറഞ്ഞു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ മതേതരത്വം എന്ന സങ്കല്പത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധി. പള്ളി തകർക്കാൻ ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും മുതിർന്ന നേതാക്കൾ കണ്ടാലറിയാവുന്ന അക്രമി സംഘത്തെ തടയാനാണ് ശ്രമിച്ചതെന്നുമുള്ള കോടതി വിധി നീതിന്യായ വ്യവസ്ഥയെ പരിഹാസ്യമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. വിധി മതേതരത്വത്തിന്റെ ആത്മാവിനേറ്റ ഇരട്ട പ്രഹരമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ EK വിഭാഗം പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാരും പറഞ്ഞു. മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിന് അവസരമൊരുക്കിയത് തന്നെ മതേതര സമൂഹത്തെ വേദനിപ്പിച്ചതായി അവർ പറഞ്ഞു. ബാബരി തകർത്തവരെ വെറുതെ വിട്ട കോടതി വിധി നിരാശാജനകമാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP വിഭാഗം പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാരും ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കൽ മുസ്ലിയാരും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ആർക്കും ഈ വിധി ഉൾക്കൊള്ളാനാകില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സാദത്തുള്ള ഹുസൈനി പറഞ്ഞു. വിധിക്കെതിരെ ഉന്നത കോടതിയിൽ പോകുന്നതിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാബരി മസ്ജിദ് തകർത്ത കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി അനീതിയും അന്യായവുമാണെന്നും നിയമപോരാട്ടം തുടരുമെന്നും ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് മൗലാന അഹമ്മദ് ബേഗ് നദ്വി പ്രസ്താവിച്ചു. ആരാധനാലയങ്ങൾക്കുമേലുള്ള ഹിന്ദുത്വ വർഗീയവാദികളുടെ കടന്നുകയറ്റത്തിനും വംശീയ ഉന്മൂലന ശ്രമങ്ങൾക്കുമെതിരെ രാജ്യത്തെ ഓരോ പൗരനും നിശബ്ദത ഭേദിച്ച് രംഗത്തിറങ്ങേണ്ടതുണ്ട്. പകൽ വെളിച്ചത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ട് അക്രമപരമായി ബാബരി മസ്ജിദ് തകർത്ത പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി അങ്ങേയറ്റം പ്രതിഷേധകരവും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അപമാനകരവും തീരാ കളങ്കവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CBI പ്രത്യേക കോടതിയുടെ വിധി നിർഭാഗ്യകരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MPയും അഭിപ്രായപ്പെട്ടു. നിയമവിരുദ്ധമായും അക്രമമാർഗത്തിലൂടെയും ബാബരി മസ്ജിദ് തകർത്തവർക്ക് ശിക്ഷയില്ലാതെ പോയത് വളരെ നിർഭാഗ്യകരം തന്നെയാണെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തി. എല്ലാവരും സമാധാനം നിലനിർത്തുകയും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാബരി മസ്ജിദ് തകർത്ത കേസിലെ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ കോടതി വിധി അങ്ങേയറ്റം നിരാശാജനകമാണെന്നും ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ സാധാരണക്കാരുടെ പ്രതീക്ഷയെ തകിടം മറിച്ചേക്കുമെന്നും SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി പറഞ്ഞു. നമ്മുടെ രാഷ്ട്രം വീണ്ടും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ നീതി ഒരു ദിവാസ്വപ്നമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിധിയിൽ പ്രതിഷേധിച്ച് SDPI രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രത്യേക CBI കോടതിയുടെ വിധി സുപ്രീം കോടതി വിധിക്കും ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്കും എതിരാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. നീതിയുടെ മേലുള്ള സമ്പൂർണ്ണ ചതിയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധി നാണം കെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധി ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതിനിഷേധമാണെന്നാണ് DYFI പ്രതികരിച്ചത്. വിധി മതനിരപേക്ഷ ഇന്ത്യയുടെ മരണമണിയാണ്. ബാബറി മസ്ജിദ് തകർത്ത കേസ് അട്ടിമറിച്ചതിൽ ഒന്നാം പ്രതി കോൺഗ്രസ് ആണ്.
പള്ളി പൊളിക്കാനും കോൺഗ്രസിലെ പ്രതികളെ സംരക്ഷിക്കാനും കൂട്ടുനിന്നത് കോൺഗ്രസാണ്. BJPക്കും കോൺഗ്രസിനും മാപ്പില്ലെന്നും പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിയോട് ഡിവൈഎഫ്ഐ പ്രതികരിച്ചു. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാബറി മസ്ജിദ് കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി നിർഭാഗ്യകരമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ വിധി. മതനിരപേക്ഷതയ്ക്കും നമ്മുടെ നാടിൻ്റെ മഹാസംസ്കൃതിക്കുമേറ്റ കനത്ത പ്രഹരമാണ് കോടതി വിധിയെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ കോടതി 32 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി ജുഡീഷ്യൽ കർസേവയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം കുറ്റപ്പെടുത്തി. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വേദനാജനകവും അപമാനകരവും അവിശ്വസനീയവുമാണെന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മഅദനിയുടെ പ്രതികരണം. ബാബറി മസ്ജിദ് കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട CBI കോടതി നടപടിയിൽ പ്രതിഷേധിച്ച് സുപ്രഭാതം പത്രം എഡിറ്റോറിയൽ കോളം ഒഴിച്ചിട്ടു. മതേതര ഇന്ത്യയുടെ മറ്റൊരു കറുത്ത ദിനം ഞങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന കുറിപ്പോടെയാണ് എഡിറ്റോറിയൽ കോളം സുപ്രഭാതം കറുപ്പ് നിറത്തിൽ പ്രസിദ്ധീകരിച്ചത്. എല്ലാ പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധിയെ ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ രൂക്ഷമായി വിമർശിച്ചു. ബാബരി തകർത്തവരെ വെറുതെ വിടുന്ന ഹിന്ദുരാഷ്ട്രത്തിൽ നീതി നശിച്ചില്ലാതാകുന്നു എന്നാണ് ഫേസ്ബുക്കിൽ ആനന്ദ് പട്വർദ്ധൻ എഴുതിയത്. കർസേവകർ അയോധ്യയിലെത്തി ബാബരി മസ്ജിദ് തകർത്തതും അതിനു മുൻപ് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ രഥയാത്രയുമെല്ലാം പ്രതിപാദിക്കുന്ന രാം കെ നാം എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകനാണ് ആനന്ദ് പട്വർദ്ധൻ. ലോകം മുഴുവൻ കണ്ട കുറ്റകൃത്യത്തിന് തെളിവില്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ വിസ്മയിപ്പിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. നിയമവാഴ്ചയിലും നീതിന്യായ സംവിധാനത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നതാണ് ബാബറി മസ്ജിദ് കേസിലെ കോടതി വിധിയെന്ന് MK പ്രേമചന്ദ്രൻ MP കൂട്ടിച്ചേർത്തു. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ ലിബർഹാൻ കമ്മീഷൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സംഘപരിവാര നേതൃത്വത്തെ തെളിവുകളില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ട CBI കോടതി വിധി തികച്ചും അനീതിയാണെന്ന് അബ്റാർ ഉലമ കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി പ്രസ്താവിച്ചു. ബാബറി മസ്ജിദ് ഹിന്ദുത്വ കർസേവകർ തകർത്ത കേസിന്റെ വിധി ഇന്ത്യൻ നീതിപീഠം തന്നെ ഫാഷിസത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നതിന് തെളിവാണെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം വ്യക്തമാക്കി. CBI കോടതി വിധി രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ മറയില്ലാതെ വ്യക്തമാക്കുന്നതാണെന്ന് അൽ കൗസർ ഉലമ കൗൺസിൽ സ്റ്റേറ്റ് സമിതി പറഞ്ഞു. CBI കോടതി പുറപ്പെടുവിച്ച വിധിയും അനുബന്ധ ന്യായീകരണങ്ങളും നീതി സംരക്ഷിക്കേണ്ടവർ തന്നെ നീതിന്യായ വ്യവസ്ഥയെ അപഹസിക്കുന്നതിന് തുല്യമായെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ജനറൽ സെക്രട്ടറി TK അഷ്റഫ് എന്നിവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബാബറി മസ്ജിദ് തകർത്ത കേസിലെ പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ട കോടതി വിധിയെ ബോളിവുഡ് താരം സ്വര ഭാസ്കർ പരിഹസിച്ചു. ബാബറി മസ്ജിദ് താനെ വീണുപോയതാണ് എന്നാണ് സ്വര ട്വിറ്ററിൽ എഴുതിയത്. മാധ്യമപ്രവർത്തക ബർഗാദത്തും വിധിക്കെതിരെ പ്രതികരിച്ചു. മുസ്ലിം സമുദായത്തിന് അവരുടെ ആരാധനാലയം നിയമവിരുദ്ധമായി നശിപ്പിച്ചത് പുനഃസ്ഥാപിച്ച് നൽകേണ്ടത് ആവശ്യമാണ് എന്ന സുപ്രീം കോടതി വിധി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ബർഗാദത്ത് ചെയ്തത്. ബാബറി മസ്ജിദ് തകർത്തതിൽ LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരനല്ലെന്ന കോടതി വിധിയെ സിനിമാ താരം ഹൻസൽ മേത്തയും പരിഹസിച്ചു. ദൈവമായിരിക്കും ബാബറി മസ്ജിദ് തകർത്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. മറ്റ് നിരവധി സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും CBI കോടതി വിധിക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്.